ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ലക്ഷദ്വീപിൽ നിന്നും കപ്പൽ യാത്രയിലാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ താമസിച്ച റൂമാണിത്. റൂമിൽ നിന്ന് ഇറങ്ങി. റൂം ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കുന്നത്. അങ്ങനെ നല്ല റൂമാണ്. 2 ബെഡ്റൂം, കിച്ചണായിട്ട് നല്ല ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ഉണ്ടായിരുന്നു. നല്ല വൃത്തിയുള്ള നല്ല റൂമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇന്ന് നാട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ 5 ദിവസത്തേക്കാണ് വന്നത്. പിന്നെ 10 ദിവസമായിപ്പോയി. ഇനി ഇങ്ങനെ ലക്ഷദ്വീപിൽ വരുന്നവരെല്ലാം റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ വരണം. ഇവിടെ വന്നാൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കപ്പൽ ടിക്കറ്റ് കിട്ടാനും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനെല്ലാം നല്ല ബുദ്ധിമുട്ടായിന്. അങ്ങനെ അങ്ങ് ലേറ്റായിപ്പോയി. അങ്ങനെ ഇതാ നമ്മൾ താമസിച്ച മുറ്റമാണിത്. മുറ്റവും പരിസരവും കടലും എല്ലാം അടുത്ത് തന്നെയായി. നല്ല വൈബാണ്. പോയെല്ലാം കാണാൻ നല്ല രസമുണ്ട്. നല്ല റവ പോലെയുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കടന്നിട്ട് വൈബെല്ലാം കാണും. രാവിലെ ആകുമ്പോൾ കടൽക്കരയിൽ അങ്ങനെയെല്ലാം പോയി കുറച്ച് ഇങ്ങനെ വൈബെല്ലാം ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച വീടാണിത്. ഇതിൻ്റെ പുറം ഭാഗമാണിത് കാണുന്നത്. നല്ല സ്ഥലമാണ്, നല്ല ഏരിയ ആണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് വിട്ട് ഓട്ടോയിൽ കയറി ഷിപ്പിൽ കയറാനാണ് പോകുന്നത്. ആദ്യം ബോട്ടിൽ കയറുന്നതാണ്. അങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അങ്ങനെ ഇതാ ഓട്ടോയിൽ കയറി എല്ലാം പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ബോട്ടെല്ലാം അടുത്ത് തയ്യാറായിട്ട് നിന്നിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ മകൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സഹായത്തിനായി ഉണ്ടായിന്. നല്ല ആൾക്കാരാണ്. ഇവിടെ നല്ല പെരുമാറ്റവും സ്വഭാവവും കണ്ടാൽ ഇവിടെ തന്നെ നിന്നത്. ഇതാണ് അനീഷ് എന്ന് പറഞ്ഞത്, ഫ്രണ്ട്സിൻ്റെ മോനെ. ഇവനാണ് എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായത്. ഇവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, റൂമെല്ലാം അറേഞ്ച് ചെയ്ത് തരാനും എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ ഇതാ കപ്പലിലെല്ലാം കയറി, ബോട്ടിലെല്ലാം കയറിയിട്ട് ഷിപ്പിൻ്റെ അടുത്തതാ ഷിപ്പ് കാണുന്നുണ്ട്. അങ്ങനെ ബോട്ടിൽ കയറിയിട്ട് ഷിപ്പിലേക്ക് കയറുന്നതാണ്. അങ്ങനെ ഇതാ ഷിപ്പ് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് എത്തി. എല്ലാവരും ലഗേജെല്ലാം ആയി പുറത്തിറങ്ങി. ഇവിടെ കയറ്റാനായി 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോരാളെയായി ഇങ്ങനെ ലഗേജൊക്കെ കൊടുത്ത് കയറ്റി ഉള്ളിലേക്ക് എത്തി. ഞങ്ങൾ കപ്പലിൻ്റെ ഉള്ളിലാണിത്. ഇതാണ് കപ്പലിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ട്രെയിനിലെല്ലാം AC കമ്പാർട്ട്മെൻറ്റെല്ലാം ഇല്ലേ, അതേപോലെ എല്ലായിടത്തും ഓരോരോ നമ്പറായിട്ട് നമ്മളെ റൂം നമ്പറെല്ലാം ഇങ്ങനെ തിരഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടക്കാനുണ്ടെല്ലാം ആവശ്യം വന്ന് അങ്ങനെ ഇങ്ങനെ റൂമെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു സഹായത്തിനായിട്ട് ഒരാളുണ്ടായിരുന്നു. അവർ നമുക്ക് ഒരിടത്ത് തന്നെ എല്ലാ റൂമും നമുക്ക് വെവ്വേറെ ആയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ ഒരിടത്ത് തന്നെ എല്ലാവർക്കും റൂമാക്കി തന്നു. നല്ല സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ വാഷ്റൂമിലൊക്കെ കുട്ടികളൊക്കെ പോയി കളിച്ച് അവരവരുടെ സീറ്റിലേക്ക് വന്നിരുന്നു കളിച്ച് ഇതാക്കി. നല്ല രസമാണ് കപ്പൽ കാണാൻ. ഉള്ളെല്ലാം നല്ല പുര പോലെയുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയതാണ്. കപ്പൽ വിടുന്നതിന് മുന്നേ മുകളിലെ കാഴ്ചയാണിത്. കപ്പലിൻ്റെ പുറം ഭാഗത്ത് നിന്ന് നല്ല വൈബെല്ലാം ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിന്. അങ്ങനെ ഇതാണ് കപ്പലിൻ്റെ പുറം ഭാഗം. ഇങ്ങനെ മുകളിലാണിത്. അങ്ങനെ അവിടെ കുറേ ആൾക്കാരെല്ലാം ഇരുന്ന് ഇങ്ങനെ നോക്കുന്നെല്ലാം ഉണ്ട്. കപ്പൽ വിടാൻ 6 മണിയായിന്. അത് വിടുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെല്ലാം ഇങ്ങനെ കുറച്ച് കറങ്ങി എല്ലാം കടലും ഇതെല്ലാം നോക്കി. അപ്പോൾ ഇതാണ് കപ്പലിൻ്റെ പുറം ഭാഗം. നല്ല രസമുണ്ടായിരുന്നു. കപ്പൽ യാത്ര നല്ലൊരു യാത്രയാണ്.
അങ്ങനെ ഇതാ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ്, ഡിന്നറിനാണ്. അങ്ങനെ അവിടെ ബിരിയാണിയാണ് ഉണ്ടായത്. ബിരിയാണിയും ഒരു ഫ്രൂട്ട്സിൻ്റെ കഷ്ണം ബത്തക്കയും തന്നു. അങ്ങനെ ഇത് ഇവിടെ ടോക്കൺ എടുത്തിട്ടാണ് ചോറ് കൊണ്ട് തരുന്നത്. നമ്മൾ ടോക്കൺ കൊടുത്ത് ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് അവർ ഫുഡും കൊണ്ട് വരും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നിസ്കരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നിസ്കാര റൂമൊക്കെ നല്ല റൂമായിരുന്നു, നല്ല സെറ്റപ്പും ഉണ്ട്. അങ്ങനെ അവിടെ നിസ്കരിച്ച് പിന്നെ രാത്രി കിടക്കാൻ വേണ്ടി ഞങ്ങളുടെ ബെഡിൻ്റെയൊക്കെ ഞങ്ങൾ പോയി. ഇതുപോലെയാണ് എല്ലാവർക്കും ഓരോ ബെഡായിട്ട് ഓരോ കർട്ടനിട്ട് കിടക്കുന്ന നല്ല സ്ഥലമാണ്. നല്ല ഉറങ്ങാൻ വേണ്ടി നല്ല തണുപ്പെല്ലാമായി നല്ല രസമുണ്ട്. അങ്ങനെ കുറച്ച് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് മുകളിൽ പോയി. അതിൽ പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നല്ല രസമാണ്. അങ്ങനെ ഒരു 3:30 മണിക്കാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത് പോയിട്ട്. അങ്ങനെ പിന്നെ 7 മണിക്കാണ് കൊച്ചിയിലെത്തുന്നത്. ഒരു 7-10 മണിയാകുമ്പോൾ എത്തും. 7 മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യവർ. അങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ക്യാൻറ്റീനിലേക്ക് മുകളിലേക്ക് പോകേണ്ടതാണ്. ഇവിടെ മുകളിൽ തന്നെ ക്യാൻറ്റീനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ഇരുന്ന് അവർ ടോക്കനും കൊണ്ട് വരും. അപ്പോൾ ബ്രെഡും ജാമ്, ഉപ്പുമാവ്, മുട്ട ചില്ലിയത് എന്തെല്ലാം ഉണ്ടായിരുന്നു. ദോശ, കുട്ടി ദോശ, ചമ്മന്തി എല്ലാം ഉണ്ടായി. നമുക്ക് എന്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് കൊണ്ടുതരും. അങ്ങനെ അവർ ഇതായിട്ട് ടോക്കൺ ഇതുകൊണ്ട് വരും. കുറേ ആൾ ഫുഡിന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ടോക്കനും കൊണ്ട് വന്നിട്ടാകുമ്പോൾ നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിൻ്റെ പറഞ്ഞാൽ അവർ കൊണ്ടുതരും. അങ്ങനെ അങ്ങ് ഉപ്പുമാവും ബ്രെഡും ജാമും ദോശയും പറഞ്ഞ് ചായ എല്ലാം കൊണ്ടുതന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ. ബ്രെഡും ജാമും പഴവും എല്ലാം കഴിച്ചെല്ലാം റെഡിയായി. പിന്നെ അവിടെ കൊച്ചിയിലേക്ക് എത്തിയതിന് ശേഷം താഴെ പോയി ലഗേജൊക്കെ ഇറക്കി വെയിറ്റ് ചെയ്യുന്നതാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഇതാ പുറത്തിറങ്ങാൻ വേണ്ടി 11 മണിയായി. അങ്ങനെ ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കപ്പലിൽ നിന്ന്. ലഗേജൊക്കെ അവർ ഇറക്കി തന്നു. പിന്നെ ബസ്സിൽ കയറിയിട്ടാണ് കൊച്ചി ടൗണിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് ഇവർ ബസ്സിൽ തന്നെ നമ്മളെ ലഗേജും എല്ലാം ആയിട്ട് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ അവിടെ സ്റ്റാൻഡിൽ ഇറക്കും, റിക്ഷ സ്റ്റാൻഡിൽ ഊബർ വിളിച്ചിട്ടോ മറ്റോ പോലാന്ന്. അങ്ങനെ ഇതിൻ്റെ കപ്പലിൻ്റെ പുറം ഭാഗം ഫുള്ളായി കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കപ്പൽ യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് എത്തി. അങ്ങനെ കൊച്ചിയിൽ നിന്ന് കുറച്ച് അവിടെയെല്ലാം കറങ്ങി, ലുലുമാളിലെല്ലാം കറങ്ങിയതിന് ശേഷം ഒരു 9:30 മണിക്ക് ഞങ്ങൾ ട്രെയിൻ കയറാൻ പോകുന്നതാണ്. അങ്ങനെ നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ കയറാനാണ് ഇത് പോകുന്നത്. 9:30 മണിക്കാണ് ട്രെയിന്. അങ്ങനെ ട്രെയിൻ കയറി നമ്മൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നാട്ടിലേക്ക് എത്തി. അങ്ങനെ അങ്ങനത്തെ ഓട്ടോയിലേക്ക് നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. താങ്ക് യു.